ഇന്ത്യൻ എണ്ണക്കപ്പലുകളെ ഇനി ആർക്കെങ്കിലും തൊടാൻ സാധിക്കുമോ? ഇന്ത്യൻ എണ്ണക്കപ്പലുകളെ തൊട്ടാൽ കയറി അടിക്കാനുള്ള സംഘം ഇന്ത്യയിൽ തയ്യാറായിരിക്കുകയാണ്. മാർക്കോസ് കമാൻഡോസ് എന്നാണ് അവരുടെ പേര്. ഇന്ത്യയിലേക്ക് എത്തുന്ന ഭീമൻ കപ്പലുകൾ അടക്കമുള്ള ചരക്ക് കപ്പലുകളുടെ ഭീതി ഒഴിവാക്കുന്നതിന് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നീക്കമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നിതാന്തമായിട്ടുള്ള ജാഗ്രതയാണ് അവർ നിരന്തരം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. കടൽ കൊള്ളക്കാർ, ഡ്രോണുകൾ, ചൈന ഉയർത്തുന്ന ഭീഷണി തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നേരിട്ടാണ് നേവി ചരക്ക് നിരീക്ഷണത്തിന് സഹായം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേവിയുടെ മാർക്കോസ് കമാൻഡോകളുടെ ഇടപെടലുകളിലും ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇത്തരത്തിൽ രാജ്യത്തെ ഇന്ധന ലഭ്യതയ്ക്ക് കാവലായി നിലകൊള്ളുകയാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളിൽ നേവിയുടെ സാന്നിധ്യം സുശക്തമാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന ക്രൂഡ് ഓയിലിന് 85% ഇന്ത്യയിലേക്ക് വരുന്നവയിൽ വിദേശത്തു നിന്നാണ് വരുന്നത്. ഇതിൽ ഭൂരിഭാഗവും കടൽ മാർഗമാണ് ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഇവയ്ക്കുള്ള ഭീഷണി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട് സമുദ്രപാതകളുടെ സുരക്ഷ അതീവ പ്രാധാന്യമുള്ളവയായി മാറിയിരിക്കുന്നു. ആഗോളതലത്തിലെ വർദ്ധിക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളും നേരിട്ട് ബാധിക്കുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണ കപ്പലുകളെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സ്വാധീനം ശക്തമാക്കാൻ ചൈന നിരന്തരം ശ്രമിക്കുകയും ചെയ്യുകയാണ്. സമീപകാലത്തായി ചെങ്കടലിലും ഏതൻ ഗൾഫിലും ഹൂത്തി വിമതർ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു. ഇത് ആഗോള ചരക്ക് നീക്കത്തെ ബാധിച്ചിരുന്നു. സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഭീഷണിയും ചെറുതല്ല. ഇന്ത്യയിലേക്ക് എണ്ണയുമായി വന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ എന്നിവയിലൂടെ പോകുന്ന ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനായി ഇന്ത്യൻ നേവി ഓപ്പറേഷൻ സങ്കൽപ്പ് എന്നൊരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. യുദ്ധക്കപ്പലുകളും നിരീക്ഷണ വിമാനങ്ങളും ഉപയോഗിച്ച് 24 മണിക്കൂറും നാവികസേന കാവലൊരുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നിരവധി വിദേശ കപ്പലുകളെയും ഇന്ത്യൻ കപ്പലുകളെയും നാവികസേനയുടെ മാർക്കോസ് മറൈൻ കമാൻഡോസ് അടുത്തിടെ സാഹസികമായി രക്ഷപ്പെടുത്തിയ ചരിത്രവും നമുക്കറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.